നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നിരവധി പാവങ്ങളുടെ ബ്ലാങ്ക് ചെക്കും മുദ്രപത്രവും വാങ്ങിച്ച് കൊള്ളപ്പലിശ വാങ്ങി പയ്യോളി സ്വദേശി ഖദീജ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. വഞ്ചിക്കപ്പെട്ടവർ SP ഓഫീസിലും പയ്യോളി പോലീസിലും പരാതി നൽകി. ഖദീജയുടെ അക്രമം അവസാനിപ്പിക്കുക. ഖദീജയുടെ കള്ളപ്പലിശയുടെ അക്രമം അവസാനിപ്പിക്കുക. കള്ളക്കേസ് കൊടുക്കുന്ന ഗുണ്ടായിസം അവസാനിപ്പിക്കുക. അധികാരികളെ കണ്ണു തുറക്കൂ. അധികാരികളെ കണ്ണു തുറക്കൂ. പാവപ്പെട്ട കുടുംബങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഖദീജയുടെ അക്രമം. നിരവധി ആളുകളിൽ നിന്നും ചെക്കിലും മുദ്രപത്രങ്ങളിലും ഒപ്പിട്ടു വാങ്ങി പയ്യോളി സ്വദേശി ഖദീജ ഭീഷണിപ്പെടുത്തുന്നതായും ജയിലിൽ അടയ്ക്കുന്നതായും പരാതി. പയ്യോളിയിലെയും ഇരിങ്ങത്തെയും വഞ്ചിതരായ 8ഓളം പേരാണ് മുഖ്യമന്ത്രിക്കും വടകര SP-ക്കും പയ്യോളി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുന്നത്. ഞാൻ ഇരിങ്ങത്ത് സ്വദേശി റഹീമയാണ്. ഞാൻ പയ്യോളിയിൽ നിന്നും VT ഖദീജ എന്നവരോട് 2.5 ലക്ഷം റുപ്യ 2019 കടം വാങ്ങി പലിശക്ക് വാങ്ങിയതാണ്. ആദ്യം ചെറിയ പലിശയായിരുന്നു അവർ ഈടാക്കിയത്. പിന്നീട് 12-15% 4.5 ലക്ഷം റുപ്യ ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്ത്. എന്നിട്ട് ഒരു 80,000 രൂപ ബാക്കിയുള്ളതില് മറ്റുള്ളവരുടെ പേരിൽ കടം പലിശ കിട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്. അവര് മാത്രമല്ല, അവരെ ബോയ് ഫ്രണ്ടായ പത്മനാഭൻ എന്നയാളെ കൊണ്ട് ഞങ്ങൾ കൊടുത്ത ചെക്ക് മിസ്യൂസ് ചെയ്തിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമായി താമസിക്കുമ്പോൾ ഈ കേസ് നടത്താനും അവര് വിദേശത്താണ്, ബാംഗ്ലൂരൊക്കെയാണ് കേസ് കൊടുക്കുന്നത്. അവിടെ ഒന്നും പോയിട്ട് കേസ് നടത്താനുള്ള ഇത് ഞങ്ങൾക്കില്ല. അതും 67 വയസ്സായ എന്റെ ഉമ്മാന്റെ ഒക്കെ ഒന്നും പൈസ പോലും വാങ്ങാത്ത എന്റെ ഉമ്മാന്റെ ഒക്കെ പേരിലാണ് അവർ കേസ് കൊടുത്തത്. ഞാൻ പൈസ വാങ്ങുമ്പോൾ ഈടായി വാങ്ങിയ ആധാർ കാർഡിന്റെ കോപ്പി വെച്ചാണ് അവർ കേസ് കൊടുത്തത്. ചെക്ക് ഉണ്ട് എന്ന് പറഞ്ഞാണ് ബാംഗ്ലൂർ കോടതിയിൽ അവർ കേസ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഈ ET പത്മനാഭൻ എന്ന് പറയുന്ന ആള് എനിക്ക് 7 ലക്ഷത്തിനാണ്. എനിക്ക് ഇയാളെ കണ്ടുപരിചയം പോലും ഇല്ല. ഇങ്ങനെയാണ് അവർ ബുദ്ധിമുട്ടിക്കുന്നത്. എന്നിട്ട് ഞാള് മാനക്കേട് ഓർത്തിട്ട് ഞാളെ വീട് വരെ വിറ്റിട്ട് ഓലിക്ക് പൈസ കൊടുക്കാന്ന് വെച്ച്, എന്നിട്ട് ഓലി കൂട്ടി ഇങ്ങനെ പറയാം. ഞാനിപ്പോ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളൊന്ന് ഒഴിവാക്കി തരണം. ഇവരെ കൊടുക്കാനുള്ളതും അതിൽ കൂടുതലും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ്. ഇനിയൊന്നും അവർക്ക് കൊടുക്കാനില്ല. പക്ഷെ ഞാളെ പേരിൽ കേസ് കൊടുത്തിട്ട് കോടതിന്റെ നിയമം പറഞ്ഞിട്ട് ഞാളെങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കുന്നത്? ഇരിങ്ങത്ത് സ്വദേശി ഷെമീനാണ്. ഞാൻ എന്റെ ഫ്രണ്ട് റഹീമാക്ക് 1 ലക്ഷം രൂപ ഓളൊരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ PT ഖദീജ എന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊടുത്ത്. പക്ഷെ അന്നേരം എന്റെ ഒരു ചെക്ക് അവക്ക് കൊടുത്തത്. അതിനുശേഷം കുറെ കാലങ്ങളോട് പറഞ്ഞ 8% പലിശയായിരുന്നു. പിന്നെ ഒറ്റയടിക്ക് 15% ആക്കി. അത് കുറെ കാലങ്ങളോളം 2-3 വർഷങ്ങളോളം 15,000 രൂപ വെച്ച് റഹീമ കൊടുത്ത്. പിന്നെ ഇതില് പൈസ കൊടുക്കാനാത്ത വിധത്തില് ഓളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാംഗ്ലൂര് എനിക്കെതിരെ 8,20,000 രൂപയ്ക്ക് പൈസക്ക് കേസ് കൊടുത്ത്. അങ്ങനെ വീണ്ടും റഹീമെ ഞാനും ഖദീജനായിട്ട് കണ്ടുമുട്ടി. ഖദീജ ഞാളെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാളോട് ഇങ്ങോട്ട് ഉപദേശിച്ച് 1 ലക്ഷം രൂപ തന്നാൽ കൊണ്ടുപോകലാണ്. അങ്ങനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അരങ്ങിൽ ശ്രീധരൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് 1 ലക്ഷം രൂപ റഹീമ കൈമാറി. അത് റഹീമ കൈമാറിയാൽ അവരെ അടുത്ത് കൊടുത്താൽ പോരാ, പപ്പന്റെ അടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ET പപ്പനാണ് ഞാനത് പൈസ കൈമാറിയത്. അതവൾ ഒരു നോട്ടിൽ എഴുതി തരുകയും ചെയ്ത്. വീണ്ടും അവള് പറഞ്ഞ് 30,000 രൂപ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നുണ്ട്. വീണ്ടും 30,000 വേറെ അടുത്തേന്ന് ചെറിയ പലിശക്ക് വാങ്ങിട്ട് വീണ്ടും ഒക്കെ കൊണ്ടുകൊടുത്ത്. പിന്നെ ഓള് പറയുന്നത് ഇപ്പം കോടതിയിൽ ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നിരന്തരം ഭീഷണിയാണ്. പിന്നെ ഞാൻ എന്റെ അനിയത്തിന്റെ പേരിൽ 1 ലക്ഷം രൂപ വാങ്ങിയിട്ട് എന്റെ പേരിൽ 1 ലക്ഷം രൂപ വീണ്ടും ഞാൻ ഒക്കെ കൊടുത്ത്. ഇപ്പൊ എന്റെ അനിയത്തിന് എന്നെയൊക്കെ വിളിച്ചിട്ട് നിരന്തരം ബുദ്ധിമുട്ടിക്കാം. ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെ SP ഓഫീസിൽ ഒരു പരാതി ഉണ്ടായിട്ട് അവിടെ മൊഴിയെടുക്കുന്നതിന് എനിക്ക് ഇപ്പം കൂടുതൽ ഭീഷണിയാണ്. അതുകൊണ്ട് എന്റെ ജീവൻ എപ്പോഴും നഷ്ടപ്പെട്ടാലും ഈ ഖദീജയാണ് ഉത്തരവാദി.
ബംഗളൂരുവിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് ഇരകളെ കണ്ടെത്തി ചെറിയ പലിശയ്ക്ക് പണം നൽകി മാസങ്ങൾ കഴിഞ്ഞ് ചെക്ക് ബാങ്കിൽ നൽകി പരാതിക്കാരെ കോടതി വാറന്റിൽ ബംഗളൂരുവിലെത്തിച്ച് ജയിലിലടയ്ക്കുകയാണ് രീതി. പാവങ്ങളായ ഇവർക്ക് ഭാഷയോ നിയമമോ അറിയാതെ 18ഓളം ദിവസം ബംഗളൂരുവിൽ ജയിലിൽ കിടക്കേണ്ടിയും ലക്ഷങ്ങൾ കെട്ടിവെച്ചാണ് പുറത്തിറങ്ങിയതെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. എൻ്റെ പേര് ലത്തീഫ്, പയ്യോളി സ്വദേശി, ആവിക്കല്. ഞാൻ PT ഖദീജനോട് ഒരു വണ്ടി എടുക്കുന്ന ആവശ്യമായിട്ട് ചെറിയ സംഖ്യ കടം വാങ്ങിയതാണ്. കടം വാങ്ങുമ്പോൾ ഖദീജയുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ചെക്ക് വാങ്ങുകയാണ്, ബ്ലാങ്ക് ചെക്ക്. അങ്ങനെ പൈസ തരണമെങ്കിൽ അവള് ബ്ലാങ്ക് പേപ്പറിലെല്ലാം ഒപ്പിട്ട് കൊടുത്താൽ പൈസ തരുമെന്നുള്ള നിബന്ധന കൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ പൈസ കടം വാങ്ങി കരാർ അനുസരിച്ചിട്ട് മാസങ്ങളോളം ഏതാണ്ട് വർഷങ്ങളോളം കൊടുത്തിട്ടും പരാതി അതുപോലെ തന്നെ നിലനിൽക്കുകയും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുകയും കേസ് കോടതിയിൽ നടക്കുകയാണ്. ഖദീജ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് തന്നെയാണ് പരിപാടി. ഒരുപാട് ജനങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ഖദീജാന്റെ ഈ അക്രമം ക്രൂരതയ്ക്കെതിരെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഖദീജാന്റെ അയൽവാസിയായ എൻ്റെ സുഹൃത്തിന്റെ ഭാര്യ സഫൂറയുടെ വീട് പലതരത്തിനെയും കളവും ചതിയിലും കൂടെ വീട് സ്വന്തമാക്കി അവിടുത്തെ വീട്ടിൽ താമസിക്കുന്ന 60-70 വയസ്സുള്ള ഉമ്മാനെയും ഈ സുഹൃത്തിന്റെ ഭാര്യനെയും എല്ലാം പുറത്താക്കി ഖദീജ അവിടെ കയറി താമസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളും നിയമപാലകരും ഈ ഖദീജ ചെയ്യുന്ന അക്രമത്തിനും ക്രൂരതയ്ക്കെതിരെ നീതി ലഭിക്കാൻ വേണ്ടി പരമാവധി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇത്തരം ചെക്കുകളും മുദ്രപത്രങ്ങളും ഉപയോഗിച്ച് നിരവധി ചെക്കുകളാണ് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ള ഇവർ ഭീഷണിപ്പെടുത്തുന്നതിനാൽ ഭയപ്പാടോടെയാണ് നാട്ടിലും വീട്ടിലും കഴിയുന്നതെന്നും ഇവർ പറഞ്ഞു. പയ്യോളി സ്വദേശി പുറായിൽ സെഫൂറ ഭീഷണി മൂലം ഖദീജ വീട് വിറ്റതായി രേഖയുണ്ടാക്കി വീട് ഇവർ കൈവശപ്പെടുത്തിയതായും പറഞ്ഞു. ഇനി ആത്മഹത്യയല്ലാതെ വഴിയില്ലെന്നാണ് വഞ്ചിതരായവർ പറയുന്നത്. പലിശയ്ക്ക് പണം നൽകി വഞ്ചന നടത്തുന്ന ഖദീജ എന്ന സ്ത്രീ ഓപ്പറേഷൻ കുബേരയിൽ പയ്യോളി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിൽവാസമനുഷ്ഠിച്ച വ്യക്തിയുമാണ്. എന്റെ പേര് മിനി, ഞാൻ ഇരിങ്ങത്ത് സ്വദേശിയാണ്. 2019 ഞാനൊരു 3 ലക്ഷം റുപ്യ ഞാനല്ല വാങ്ങിയ, എന്റെ ഭർത്താവിന്റെ ഒരു കമ്പനിക്കാരനാണ് വാങ്ങി എനിക്ക് വേണ്ടിയിട്ട് ഓന്റെ പ്രൂഫ് വെച്ച് വാങ്ങിയതായിരുന്നു. അപ്പൊ ഞാളെ പ്രൂഫും വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 2 പ്രൂഫും ഞാള് വെച്ചുകൊടുത്ത്, എന്റതും എന്റെ ഭർത്താവിൻ്റെതും. അപ്പൊ അങ്ങനെ 3 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് 8 ലക്ഷത്തി ചില്ലാൻ ഉറുപ്യ തിരിച്ചു കൊടുത്ത്. പിന്നെ കൊറോണ സമയത്ത് പിന്നെ തിരിച്ചു കൊടുക്കാനായില്ല. പിന്നെ വേറെ ഏതോ ആളെ പേരിലെല്ലാം കൂടി വാങ്ങി ഞാൾ പലിശ അടച്ചിരിക്കുന്നു പറഞ്ഞുള്ള റിപ്പോർട്ട് ഇങ്ങോട്ട് വന്ന്. പിന്നെ എത്ര ലക്ഷം 3 ആളെ പേരില് അവള് കൊടുത്ത കേസ്, ബിജോട്ടന്റെ കമ്പനിക്കാരന്റെ പേരില് 10 ലക്ഷം, എന്റെ ഭർത്താവിന്റെ പേരില് 10 ലക്ഷം, എന്റെ പേരില് 8 ലക്ഷം, ആകെ വാങ്ങിയ പൈസ 3 ലക്ഷം. ഇപ്പം ജനങ്ങൾ തീർത്ത് വിചാരിക്കും ഞാൻ അപ്പാടാണെന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കടാക്കി വെച്ചതാന്ന്. ഇതാണ് സത്യം. എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് എന്നെ പീടികയിൽ വെച്ചിട്ടാണ് ബാംഗ്ലൂര് പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഭർത്താവ് ബാംഗ്ലൂര് അഗ്രഹാര ജയിലിൽ 18 ദിവസം കിടന്നിക്ക്. അപ്പൊ ഇതെല്ലാം നീനെന്തെന്നാ ഒരു വഴിയുള്ള, ഇനി ഒരു വഴിയില്ല. മക്കള് എല്ലാവരും വിചാരിക്കോ ഇത് ഉള്ള സത്യാന്നുള്ളത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാളെ വഴിയെടുത്തു. ഞാളും മക്കളും ഭർത്താവും മരിക്കേണ്ട ഗതിയിൽ ഇപ്പൊ നിൽക്കുകയാണ്. ഇക്കതൊന്നല്ല, ചെറിയ പൈസക്കാന്ന് ഇവിടെ ഭീഷണി. എന്റെ മോളെ ഇങ്ങോട്ട് ഒരു മാസം എന്റെ വീട്ടിലേക്കാക്കി ഈ പ്രശ്നം കൊണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇങ്ങനത്തെ ഒരാളെ നാട്ടിൽ ഇനി വെച്ചേക്കരുത്. അതിനുള്ള നിയമവും കാര്യവും പെട്ടെന്ന് തന്നെ എന്തെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരങ്ങൾ കാണിച്ചു തന്നേ മതിയാവും. റഹീമ പൂവൻകുന്നുമ്മൽ ചെറുവണ്ണൂർ, അബ്ദുൽ ലത്തീഫ് കടിയമ്പറമ്പിൽ പയ്യോളി, മിനി കുഞ്ഞോത്ത് താഴ ഇരിങ്ങത്ത്, റീന ഐമ്പാടിമീത്തൽ ഇരിങ്ങത്ത്, ഷമീന തയ്യുള്ളപ്പറമ്പിൽ ഇരിങ്ങത്ത്, ആയിഷ പൂവൻകുന്നുമ്മൽ ചെറുവണ്ണൂർ എന്നിവർ 2026 ജൂൺ 29 മുഖ്യമന്ത്രിക്കും വടകര SP-ക്കും പയ്യോളി പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതിനെതിരെയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും തുടർന്ന് കഴിഞ്ഞ ദിവസം പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുകയും പയ്യോളി ടൗണിൽ വഞ്ചിതരായവർ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു.
വരും ദിവസങ്ങളിലും ഇത്തരം തട്ടിപ്പിനിരയായവർ വരാനുണ്ടെന്നും ഇവർ പറയുന്നു. ഞാൻ സഫൂറയാണ്, പയ്യോളി പൊറായിൽ താമസിക്കുന്നു. ഞാൻ അവളോട് 2 ലക്ഷം റുപ്യ വാങ്ങി കുറെ പലിശ കൊടുത്ത് അങ്ങനെ സുഖമില്ലാണ്ട് കുറെ കോളേജിൽ കിടന്ന് ഓർമ്മയില്ലാത്ത സമയത്തോള് കുറെ പേപ്പറിൽ ഒപ്പിടിച്ച് എന്റെ വീട് സ്ഥലവും പിടിച്ചെടുത്ത് ഇപ്പൊ ഞാൻ വാടക വീട്ടിലാ താമസിക്കുന്നത്. എന്റെ വീട് തിരിച്ചു കിട്ടണം. ഖദീജാന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങി എന്റെ വീട് സ്ഥലം ഇപ്പൊ തിരിച്ചു കിട്ടണം. ഞങ്ങളെ അയൽവാസികളും ഖദീജ എന്റെ വീടും സ്ഥലവും തിരിച്ചു കിട്ടും. ചെക്ക് ബുക്കോ അക്കൗണ്ടോ ഇല്ലാത്തവരുടെ പേരിൽ പോലും കേസ് നൽകി ഭീഷണിപ്പെടുത്തുന്നതായും ഇവർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.